ആലപ്പുഴയിൽ യുവതിയെയും മക്കളെയും കുത്തിപ്പരിക്കേൽപ്പിച്ച പ്രതി പിടിയിൽ. ഹരിപ്പാട് തൃക്കുന്നപ്പുഴ പതിയാങ്കര തറയിൽ മോനിഷാണ് പിടിയിലായത്. പ്രതിയുടെ നിരന്തര ശല്യം മൂലം പോലീസിൽ പരാതി നൽകി മടങ്ങുമ്പോഴാണ് ഇയാൾ ഇരുവരെയും ആക്രമിച്ചത്. കഴിഞ്ഞ ദിവസം യുവതിയുടെ വീടിന് സമീപം ചെന്ന് ഇയാൾ ശല്യപ്പെടുത്തിയിരുന്നു. ഇതേ തുടർന്നാണ് യുവതി പരാതി നൽകാൻ തീരുമാനിച്ചത്. യുവതി മക്കളുമായി തൃക്കുന്നപ്പുഴ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയും ചെയ്തു. തുടർന്ന് വീട്ടിലേക്ക് പോകും വഴിയാണ് റോഡിൽ കാത്തുനിന്ന പ്രതി ഇരുവരെയും ആക്രമിച്ചത്. തൃക്കുന്നപ്പുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് മോനിഷ് യുവതിയെ കത്തി ഉപയോഗിച്ച് കുത്തുകയായിരുന്നു. യുവതിയുമായി വാക്കുതർക്കമുണ്ടായ ശേഷമായിരുന്നു ആക്രമണം. കാലിൽ കുത്തേറ്റ യുവതിയെ വീണ്ടും ആക്രമിക്കാൻ ശ്രമിക്കുന്നത് തടയാൻ ശ്രമിച്ചപ്പോഴാണ് മകൾക്ക് കയ്യിൽ പരിക്കേറ്റതെന്നും പോലീസ് പറഞ്ഞു. ഇരുവരെയും നാട്ടുകാരാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് മോനിഷിനെതിരെ കേസെടുത്തത്. ഇയാളെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി. പ്രതിയെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. മലപ്പുറത്ത് വയോധികയുടെ മുഖത്ത് മുളകുപൊടി വിതറി കവർച്ച. അമ്പലപ്പാടി ബൈപ്പാസിലെ വീട്ടിൽ തനിച്ച് താമസിക്കുന്ന ചന്ദ്രമതിയുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. ഇന്നലെ രാത്രി 9 മണിയോടെയായിരുന്നു സംഭവം. വയോധികയെ ആക്രമിച്ച് 2 പവന്റെ സ്വർണ്ണാഭരണങ്ങളാണ് മുഖംമൂടി ധരിച്ചെത്തിയ കള്ളന്മാർ കവർന്നത്. മോഷ്ടാക്കളെ പ്രതിരോധിക്കാൻ നടത്തിയ ശ്രമത്തിനിടയിൽ പരിക്കേറ്റ ചന്ദ്രമതി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. വീടിന് പുറത്തുനിന്നും വലിയ ശബ്ദം കേട്ടാണ് ചന്ദ്രമതി പുറത്തിറങ്ങിയത്. കുടിവെള്ള ടാങ്കിന് മുകളിൽ തേങ്ങ വീണതാകുമെന്നാണ് കരുതിയത്. അടുക്കള വശത്ത് ലൈറ്റിട്ട് പുറത്തിറങ്ങിയ ഉടൻ 2 പേർ ചേർന്ന് ചന്ദ്രമതിയുടെ മുഖത്തും ശരീരത്തിലും മുളകുപൊടി വിതറി. മറ്റൊരാൾ വായ പൊത്തിപ്പിടിച്ചു. ഒരാൾ കയ്യിലെ വളകൾ ഊരിയെടുക്കാൻ നടത്തിയ ശ്രമം പരാജയപ്പെട്ടപ്പോൾ പ്ലെയർ ഉപയോഗിച്ച് മുറിച്ചെടുത്തു. ഇതിനിടയിൽ വയോധികയെ നിലത്തേക്ക് തള്ളി വീഴ്ത്തിയ ശേഷം മോഷ്ടാക്കൾ അവിടെ നിന്ന് കടന്നു കളഞ്ഞു. നിലത്ത് വീണ് കിടന്ന ചന്ദ്രമതി ബഹളം വെച്ചതോടെ സമീപത്തെ വീടുകളിൽ താമസിക്കുന്ന ബന്ധുക്കൾ ഓടിയെത്തുകയായിരുന്നു. വിവരമറിഞ്ഞെത്തിയ പോലീസുകാരും നാട്ടുകാരും ചേർന്ന് ഉടൻ സമീപ പ്രദേശങ്ങളിൽ തെരച്ചിൽ നടത്തിയെങ്കിലും മോഷ്ടാക്കളെ കണ്ടെത്താനായില്ല. ഇന്ന് രാവിലെ പോലീസ് സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി. പരേതനായ വിമുക്ത ഭടൻ പാലിക്കത്തോട്ടിൽ വിജയകുമാറിന്റെ ഭാര്യയാണ് ചന്ദ്രമതി. വർക്കലയിൽ ഭാര്യയെ കൊലപ്പെടുത്തിയ ഭർത്താവിന് ജീവപര്യന്തം തടവും പിഴയും. ഇടവ വെറ്റക്കട പനമുട്ടം സുജി ഗാർഡൻസിൽ താമസിക്കുന്ന സിദ്ദീഖിനെയാണ് കോടതി ജീവപര്യന്തം കഠിന തടവും 75,000 രൂപ പിഴയൊടുക്കാനും ശിക്ഷിച്ചത്. ഭർത്താവിന്റെ അവിഹിതം ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യം കാരണമായിരുന്നു കൊലപാതകം. ഭാര്യയായ ഷാനിദയെ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. പിഴത്തുക ഒടുക്കിയില്ലെങ്കിൽ 3 വർഷം കൂടി അധികം തടവ് അനുഭവിക്കേണ്ടി വരുമെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. 2021 ഓഗസ്റ്റ് 20 രാവിലെയായിരുന്നു കേസിലാസ്പദമായ കൊലപാതകം നടന്നത്. മകളുടെ കൂട്ടുകാരിയെ പീഡിപ്പിച്ചു. പ്രതിക്ക് 83 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും. ഭാര്യ വീട്ടിലില്ലായിരുന്ന ദിവസം മകളുടെ സഹപാഠിയായ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച യുവാവിന് 83 വർഷം കഠിന തടവിനും 1 ലക്ഷം രൂപ പിഴയ്ക്കും അതിവേഗ പ്രത്യേക കോടതി ശിക്ഷിച്ചു. 11-കാരിയായ കുട്ടിയെ പീഡിപ്പിച്ച കേസിൽ 40-കാരൻ മനുവിനെയാണ് ജഡ്ജി അഞ്ജു മീര ബിർള ശിക്ഷിച്ചത്. പിഴ ഒടുക്കാത്ത പക്ഷം 4 വർഷം തടവ് കൂടുതലായി അനുഭവിക്കണം. പിഴത്തുകയും ലീഗൽ സർവീസസ് അതോറിറ്റി നഷ്ടപരിഹാരവും അതിജീവിതയ്ക്ക് നൽകണമെന്നും കോടതി വിധിന്യായത്തിൽ പറയുന്നു. 2021 ഏപ്രിൽ മാസത്തിൽ പ്രതിയുടെ ഭാര്യ പ്രസവത്തിനായി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത ദിവസത്തിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രതിയുടെ ഭാര്യ ആശുപത്രിയിലായതിനാൽ മനുവിന്റെ മകളടക്കം കുടുംബ വീട്ടിലായിരുന്നു താമസം. ഇവിടെ വന്ന മകളുടെ സഹപാഠിയായ കുട്ടിയാണ് ഇയാൾ പീഡിപ്പിച്ചത്. മകളെ സ്ഥലത്തു നിന്ന് പറഞ്ഞു വിട്ടതിന് ശേഷമാണ് പ്രതി ഈ കൃത്യം നടത്തിയത്. സംഭവത്തിൽ ഭയന്ന അതിജീവിത ഈ വിവരം പുറത്തു പറഞ്ഞില്ല. സ്കൂളിൽ കൗൺസിലിംഗിനിടയിലാണ് അതിജീവിത ഈ സംഭവം പുറത്തു പറയുന്നത്. പിന്നാലെ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുക്കുകയായിരുന്നു. പ്രതിയുടെ ബന്ധു കൂടിയാണ് കുട്ടി.